ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന ഭാഗത്തും സി എന്ന ഭാഗത്തും എർത്തിൻ്റെ എ സി പൊസിഷനിൽ ആക്ട് ആവുന്ന അപ്പാരന്റ് ഫീൽഡ് ഇന്റൻസിറ്റി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് കിട്ടി കഴിഞ്ഞു. എന്താണ്? I prime is equal to I naught 2r by rs and I prime c is equal to minus I naught 2r by rs. അതായത് എ എന്ന് പറയുന്ന പോർഷനിൽ അനുഭവപ്പെടുന്ന അപ്പാരന്റ് ഫീൽഡ് ഇന്റൻസിറ്റി ഡയറക്ഷൻ എന്ന് പറയുന്നത് ടുവേർഡ്സ് സൺ ആണ്. I prime a ടുവേർഡ്സ് സൺ. സോ എ എന്ന് പറയുന്ന ഭാഗത്ത് എന്തുണ്ടാവും? ഹൈ ടൈഡ്സ് അല്ലെങ്കിൽ വാട്ടർ ലെവൽ എന്തുണ്ടാവും? ഉയർന്നു വരും. സീ വാട്ടർ ലെവൽ ഉയർന്ന് ഇങ്ങനെ വരും. ഇനി ഈ ഭാഗത്തോ, നമ്മൾ സി എന്ന് പറയുന്ന ഭാഗത്തോ, അവിടെ എന്താണ് മാഗ്നിറ്റ്യൂഡ്? I naught 2r by rs ആണ്. ബട്ട് ജസ്റ്റ് ഓപ്പോസിറ്റ് ദി I prime a. I prime a ന്റെ ഡയറക്ഷൻ ഇതാണെങ്കിൽ I prime c ന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്, അതായത് away from the sun. അപ്പോൾ ഈ ഡയറക്ഷനിലാണ് I prime c ആക്ട് ആവുന്നത്. സോ ഈ സി എന്ന് പറയുന്ന പോർഷനിലും വാട്ടർ ലെവൽ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. വാട്ടർ ലെവൽ, സീ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്ത് ഇവിടെ എന്തുണ്ടാവും? ഹൈ ടൈഡ്സ് രൂപപ്പെടും. അപ്പോൾ സോ നമ്മൾ ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു? എർത്തിന്റെ സർഫസിൽ എല്ലായിടത്തും ഒരേപോലെയാണ് വാട്ടർ ഉള്ളത്. അപ്പോൾ ഇവിടെ ഈ അപ്പാരന്റ് ഫീൽഡ് കൊണ്ട് ഈ പോർഷനിൽ വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു, ഈ പോർഷനിലും വാട്ടർ ലെവൽ ഇൻക്രീസ് ചെയ്തു. മീൻസ് ഇവിടെ ഉണ്ടാവുന്ന വാട്ടർ ലെവൽ വാട്ടർ ഇങ്ങോട്ടും ഈ ഭാഗത്തേക്കും, ഇവിടെ ഉണ്ടാവുന്ന വാട്ടർ ഈ ഭാഗത്തേക്കും ഫ്ലോ ചെയ്തു അല്ലേ? അപ്പോൾ ആക്ച്വലി നമുക്ക് എന്താണ് ഫീൽ ആവുന്നത്? ഇവിടുന്ന് ഫ്ലോ ഇങ്ങോട്ടും ഈ ഭാഗത്തു നിന്ന് ഫ്ലോ ഈ രണ്ട് ഭാഗത്തേക്ക് ഉണ്ടാവുകയാണെങ്കിൽ മീൻസ് ഈ ഡി എന്ന് പറയുന്ന പോർഷനിലും ബി എന്ന് പറയുന്ന പോർഷനിലും അവിടെ ഒരു അപ്പാരന്റ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ടുവേഴ്സ് ദി സെന്റർ ഓഫ് എർത്ത് ആക്ട് ആവുന്ന പോലെ ഉണ്ടാവും. ഈ മുകളിലത്തെ വെള്ളത്തിനെ താഴേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ താഴെയുള്ള ജലത്തിനെ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ ഉണ്ടാവും. അപ്പം എന്തുണ്ടാവും? ഈ സൈഡാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എ ബി സി ഡി. അപ്പം ഇവിടെ വെള്ളം ഉയരുന്നു, ഇവിടെ വെള്ളം ഉയരുന്നു. ഈ പോർഷനിൽ വെള്ളം സപ്രസ് ആവുന്നു, ഈ പോർഷനിലും വെള്ളം സപ്രസ് ആവുന്നു. മീൻസ് ഈ പോർഷനിൽ ആക്ട് ആവുന്ന ഇന്റൻസിറ്റി ഗ്രാവിറ്റേഷൻ ഫീൽഡ് എന്ന് പറയുന്നത് ടുവേഴ്സ് ദ സെന്റർ ഓഫ് എർത്തും ഈ പോർഷനിൽ ഉണ്ടാവുന്നത് ടുവേഴ്സ് ദ സെന്റർ ഓഫ് എർത്തും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് പോർഷനിലും സെന്ററിലേക്ക് പിടിച്ച് വലിക്കുന്നത് പോലെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഇവിടെ രണ്ടിടത്തും വാട്ടർ ലെവല് താഴുന്നത് അല്ലേ? ലോ ടൈഡ്സ് ഉണ്ടാകുന്നത് അല്ലെ? താഴുന്നത്. അപ്പം ആക്ച്വലി ഇതിന്റെ ഡയറക്ഷൻ അപ്പോൾ ഇവിടെ അനുഭവപ്പെടുന്ന I prime d ഈ ഡയറക്ഷൻ I prime b ആണ് അല്ലെ? സെൻട്രലിലേക്കാണ് ഈ രണ്ട് പോർഷനിലും എയിലും ബിയിലും ഉണ്ടാവുന്ന അപ്പാരന്റ് ഫീൽഡ് ഇന്റൻസിറ്റി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് ടുവേഴ്സ് ദി സെന്റർ ഓഫ് എർത്ത് ആണ്. റൈറ്റ്? ക്ലിയർ? സോ എങ്ങനെയാണ് നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയുക? നമുക്കറിയാം ഇവിടെ നമ്മൾ സൂര്യനെ കൺസിഡർ ചെയ്യാം. സൂര്യനാണ്, ഇത് നമ്മുടെ എർത്താണ്. എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്? ഈ സൂര്യനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളൊരു ഓർബിറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ് ഓർബിറ്റ് വരുന്നത്. ഇത് സെൻട്രൽ പോയിന്റ് ആണ്, എർത്തിന്റെ സെൻട്രൽ പോയിന്റ്. ഈ ഡിസ്റ്റൻസ് ആണ് നമ്മളെടുത്ത് RS. എർത്തിന്റെ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് R ആണ്, റേഡിയസ് ഓഫ് എർത്ത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ് ഇവിടെ, ഈ ഭാഗത്ത് ഡി എന്ന് പറയുന്ന പോയിന്റ് ആണ്. സോ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഡി ആൻഡ് center of sun that can be represented by RD. Okay, RD. അപ്പോൾ ആക്ച്വലി ഈ RS RD എന്ന് പറയുന്നത് എന്താണ്? ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലേ? കാരണം ഈ സെൻട്രലിലേക്ക് ഉണ്ടാകുന്ന ഡിസ്റ്റൻസും ഇവിടെ ഉണ്ടാകുന്ന ഡിസ്റ്റൻസും വലിയൊരു വേരിയേഷൻ ഉണ്ടാവുന്നില്ല. എന്ന് നമുക്ക് RD എന്ന് പറഞ്ഞ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഈ പോർഷൻ നമ്മൾ നോക്കുക. ഈ പോർഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓർബിറ്റലിന്റെ ഒരു ഭാഗമാണല്ലോ. എന്ന് വെച്ചാൽ ഒരു ആർക്കിന്റെ ഭാഗമാണല്ലോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ ആൽഫയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഇതെന്താണ്? ഇത് ആർക്കായിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാമല്ലോ. കാരണം ഈ സർക്കുലർ ഓർബിറ്റലിന്റെ ഒരു പോർഷനാണ് ആ ഭാഗം, റേഡിയസ് എന്ന് പറയുന്ന ആ ഭാഗം. അല്ലെങ്കിൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? I prime d എന്ന് റെപ്രസെന്റ് ചെയ്യാം. കാരണം I prime d ആണിത്. I prime d. സോ I prime d എന്ന് പറയുന്നത് ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഓർബിറ്റ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗത്തിനെ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഭാഗത്തേക്ക് വേറെ ഈസി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. ഇപ്പോൾ കൺസിഡർ ദിസ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് സൺ ആൻഡ് ദിസ് ഈസ് ദ സെൻട്രൽ പോയിന്റ് ഓഫ് എർത്ത് ആൻഡ് ദിസ് ഈസ് ദി RS that is we can also represent it by using I naught അല്ലേ? I naught റെപ്രസെന്റ് ചെയ്യാം. കാരണം ഈ സെൻട്രൽ ടു സെൻട്രൽ ഈ പോയിന്റിൽ ആക്ട് ആവുന്ന ഇൻ ദ ടൈം ഓഫ്
ഇന്റൻസിറ്റി, ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ടേമിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് എന്താക്കാം I0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. കാരണം സെന്റർ ഓഫ് എർത്ത്, സെന്റർ ഓഫ് സൺ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഫീൽഡ് ഇന്റൻസിറ്റിയാണ് നമ്മൾ I0 എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഭാഗം, ഈ ആർക്കിന്റെ ഭാഗമാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അതിന് നമുക്ക് ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ടേമിലാണ് റെപ്രസെന്റ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, I പ്രൈം ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. I പ്രൈം ഡി എന്ന് റെപ്രസെന്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മൾ ഇനി റെപ്രസെന്റ് ചെയ്യുന്നത് ഡിസ്റ്റൻസിന്റെ ടേമിലാണെങ്കിൽ ഈ ഭാഗം എന്താണ്, RS ആണ്, ഈ ഭാഗം R ആണ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇൻ ടേം ഓഫ് ഫീൽഡ് ഇന്റൻസിറ്റി ആണെങ്കിൽ ഈ ഭാഗം നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാം, I0 എന്ന് റെപ്രസെന്റ് ചെയ്യാം. I0. ഇനി എടുക്കുന്നത് നമ്മൾ ഡി എന്ന് പറയുന്ന പോർഷൻ, ഈ പോർഷനിൽ ഫീൽഡ് ഇന്റൻസിറ്റിന്റെ ടേം ആണെങ്കിൽ ദാറ്റ് ഈസ് I പ്രൈം ഡി. And this is D. This is the center of Earth. This is the center of Sun. So we can calculate the angle alpha. Alpha is equal to arc because this is the part of orbit, circular orbit. So we can consider this part as the arc. So we can calculate, if we want to calculate the alpha, we can use the equation that is angle is equal to arc by radius. So here arc, that is I prime D divided by radius, that is I0. So I prime D is equal to I0 into alpha. Okay. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ഡിസ്റ്റൻസിന്റെ ടേമിലാണെന്ന് വിചാരിക്കാം. ഡിസ്റ്റൻസിന്റെ ടേമിലാണെങ്കിൽ എന്താണ് വരിക, ഇതേപോലെ നമ്മൾ എഴുതുന്ന സമയത്ത് സെന്റർ ഓഫ് സൺ, സെന്റർ ഓഫ് എർത്ത്, ദ പോയിന്റ് D. So this is RS and this is radius of earth. This is the distance between the center of sun and earth, so RS. And this is the angle alpha. So alpha is equal to arc by radius, that means R by RS. So also alpha നെ നമുക്ക് ഈ ടേബിളിൽ നമുക്ക് എഴുതാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ I prime D is equal to what is I0 into R by RS. Apparent field intensity at the point D, that is I0 R by RS. I prime D, that is I0 R by RS. This is the third output. So here I0 2R by RS minus I0 2R by RS, here I0 R by RS. And the direction of apparent field intensity at the point D, that is toward the center of earth, right? So ഇവിടെ എന്തുണ്ടാവും, സപ്രസ് ചെയ്യപ്പെടും, വാട്ടർ ലെവൽ ഡിഗ്രീസ് ആവും. ഇനി നമ്മൾ കൺസിഡർ ചെയ്യാം ഈ ബി എന്ന് പറയുന്ന പോയിന്റ്. ഓൾറെഡി നമുക്കറിയാം അപ്പാരന്റ് ഫീൽഡ് ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്താണ്, ജസ്റ്റ് ഓപ്പോസിറ്റ് ടു ഡി. I പ്രൈം ഡി എന്ന് പറയുന്നത് താഴേക്കാണ് വരുന്നത്. നമ്മൾ ഈ പോർഷനാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ ഭാഗത്തേക്ക്, അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് ബി എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഉണ്ടാവുന്നത്. അപ്പൊ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഓൾറെഡി മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചത് എന്താണ്, I പ്രൈം ഡി ഈക്വൽ ടു I0 R by RS ആണെങ്കിൽ ഇറ്റ്സ് വെരി ക്ലിയർ, ദാറ്റ് ഈസ് I പ്രൈം ബി, the magnitude is same but the direction will change, that is opposite, means minus I0 R by RS. I prime B, same magnitude but opposite direction. I prime D E direction ആണെങ്കിൽ I prime B E direction. So minus I0 R by RS. Then the fourth result, that is I prime B is equal to minus I0 R by RS. This is the fourth result. Okay. So in the point A, apparent field intensity I0 2R by RS. In the point C, the same magnitude but opposite direction. In the case of D, at the point D, I prime D is equal to I0 R by RS. In the case of B, at the point B, that is I prime B, the same magnitude of I prime D but opposite direction, minus I0 R by RS. Okay. So A, B എന്ന് പറയുന്ന പോർഷൻസിൽ വേലി ഏറ്റവും ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ ഡി ബി എന്ന് പറയുന്ന സമയത്ത് എന്തുണ്ടാവും, വാട്ടർ ലെവൽ താഴും, അതായത് വേലി ഇറക്കം. മീൻസ് ഇവിടെ രണ്ടിടത്തുണ്ടാവുന്ന ഹൈ ടൈറ്റ്സ് ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാവും, വെള്ളം താഴേക്ക് ഇറങ്ങുന്ന പോലെ, സപ്രസ് ചെയ്യുന്ന പോലെ തോന്നും. ഓക്കെ, ക്ലിയർ? ഓക്കെ. അപ്പം പോയിന്റ്സ് മാർക്ക് ഇത് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത് 2 ഡയമെൻഷൻ ആണ്. നമ്മൾ 3 ഡയമെൻഷനിൽ
നമ്മളെ മൈൻഡിൽ കൺസിഡർ ചെയ്യണം. ഓക്കെ, ക്ലിയർ?